ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് കയറാൻ പോവുകയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രകൃതി ആരെയും അനുവദിക്കുന്നില്ല. ഓരോ നിമിഷവും പഴയത് നഷ്ടപ്പെടുത്തിയിട്ട് പുതിയത് നമുക്ക് നൽകുന്നുണ്ട്. അത് നാം ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. നിമിഷമായാലും വർഷമായാലും കടന്നുപോയത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നിട്ടും ഇന്നലെ ഞാൻ പഠിക്കാതെ വിട്ടുകളഞ്ഞത് തിരിച്ചു കിട്ടാത്ത നഷ്ടമാണ്. പൂത്തുനിന്ന റോസാ ചെടിക്ക് വെള്ളമൊഴിക്കാൻ മടി കാണിച്ചത് കൊണ്ട് വാടി കുഴഞ്ഞിരിക്കുന്നു. കൂട്ടുകാരെ, എന്താണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? കടന്നു പോകുന്ന ഒരു നിമിഷം പോലും തിരിച്ചു കിട്ടില്ല. ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് നഷ്ടം സംഭവിക്കുന്നു. നഷ്ടം നമുക്ക് മാത്രമല്ല, നാം മൂലം നമ്മുടെ സമൂഹത്തിനാകെ നഷ്ടം വന്നിരിക്കുന്നു. അത് ശരിയല്ലെന്ന് നാം തിരിച്ചറിയണം. ഓരോ നിമിഷങ്ങളുടെയും വില മനസ്സിലാക്കണം. അതിനനുസരിച്ച് പ്രവർത്തിച്ചേ തീരും. എല്ലാവരും സമയം പാഴാക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സമൂഹത്തിൽ 2-3 പേർ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതായി കാണാം. അവരാണ് മിടുക്കന്മാർ. കോവിഡ് വന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഏറ്റവും അധികം വിഷമിക്കുന്നത് കുട്ടികളായ നമ്മൾ തന്നെയാണ്. കൂട്ടുകൂടാനും കളിക്കാനും ചിരിക്കാനും കഴിയാത്ത വിഷമം നമുക്കല്ലേ അറിയൂ. ഏറെ പ്രതീക്ഷയോടും അതിലേറെ ആഹ്ലാദത്തോടെയുമാണ് 2020 എന്ന 2020 പുതുവർഷം നാം വരവേറ്റത്. എന്നാൽ ആ ആഹ്ലാദങ്ങൾക്ക് ദിവസങ്ങളുടെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കഴിയില്ല എന്ന് വിചാരിച്ച എത്രയോ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. ആർഭാടങ്ങൾ ഒഴിവാക്കാനും സ്വയം പര്യാപ്തത നേടാനും ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം ശ്രമിച്ചു. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷം അവസാനിക്കും. പിന്നെ വീണ്ടും ഒരു പുതിയ വർഷം നമുക്ക് കിട്ടും. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് നാം തീരുമാനിക്കണം. തെറ്റുണ്ടെങ്കിൽ മാതാപിതാക്കൾ തിരുത്തി തരും. അത് അംഗീകരിക്കാൻ നാം മടിക്കരുത്. കഠിനാധ്വാനം എന്നതായിരിക്കണം പുതുവർഷത്തിൽ നമ്മുടെ ലക്ഷ്യം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും പുതുവർഷവും നേർന്നുകൊണ്ട് എൻ്റെ ഈ ലഘു പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.